യെസ്, ഗസയിൽ ഇനി സമാധാനത്തിന്റെ നാളുകളായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം. വെടിനിർത്തൽ കരാർ ഞായറാഴ്ച തന്നെ പ്രാബല്യത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പായി. ഗസ വെടിനിർത്തൽ കരാറിന് ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നു. നേരത്തെ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് സമ്പൂർണ്ണ ക്യാബിനറ്റിന്റെയും അംഗീകാരം. വെടിനിർത്തൽ നാളെ തന്നെ പ്രാബല്യത്തിലായേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിനിടയിലും കനത്ത ആക്രമണം ഇസ്രായേൽ ഗസയിൽ തുടരുകയാണെന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുഹമ്മദ് ഷാമോൻ ചേരുന്നുണ്ട്. ഷാമോൻ, എന്തായാലും ലോകം കാത്തിരുന്നു. 15 മാസം നീണ്ട വംശഹത്യക്കൊടുവിലാണ് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയും ആശ്വാസവുമാണ്. ഇനിയിപ്പോൾ ആദ്യഘട്ടം 42 ദിവസം എടുത്തുകൊണ്ടുള്ള ബന്ദി കൈമാറ്റമായിരിക്കുമെന്നറിയുന്നു. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറാണ് നിലവിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. മറ്റ് തടസ്സങ്ങളൊന്നുമില്ല ഇപ്പോൾ കരാർ നടപ്പാക്കുന്നതിന് എന്ന് തന്നെ മനസ്സിലാക്കാം, അല്ലേ? ഏറെ അനിശ്ചിതത്വങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ശേഷം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലേക്ക് അടുത്തതായിട്ടുള്ളൊരു സൂചനയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത്. അതായത് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വെടിനിർത്തൽ കരാർ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരുന്നു. ഇപ്പോൾ പൂർണ്ണ മന്ത്രിസഭ നീണ്ട 6 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ തീവ്ര വലതുപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അവർ ഈ ഒരു കരാറിനോട് ഒരു ഘട്ടത്തിലും അംഗീകരിക്കുന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ഇതിനെല്ലാം ശേഷം ഇപ്പോൾ ആ കരാർ ഇസ്രായേൽ പൂർണ്ണ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ആശാവഹമായ ഒരു വാർത്തയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഈ ഒരു കരാർ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചതോടുകൂടി തന്നെ ഞായറാഴ്ചയോടുകൂടി പ്രാബല്യത്തിൽ വരുമെന്നാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇരു കൂട്ടരും തമ്മിലുള്ള തടവുകാരെ കൈമാറ്റം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലോട്ട് കരാറിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളിലോട്ട് ഉടൻ തന്നെ നീങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമുക്ക് നൽകാൻ സാധിക്കുന്നത് 737 തടവുകാരെ, അതായത് ഇസ്രായേൽ തടവിലാക്കിയ പലസ്തീൻകാരായ 730 പേരുടെ പട്ടിക ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടതായിട്ടുള്ളൊരു വാർത്ത നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഹമാസിൻ്റെ ആൾക്കാരുണ്ട്, പലസ്തീൻ അതോറിറ്റിയിലെ ഫതഹ് പാർട്ടിയുടെ ആൾക്കാരുണ്ട്, നിരവധി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ഇത്തരത്തിലുള്ളവരുടെ പേരുകളെല്ലാം ഉൾപ്പെടുന്ന ഒരു 730 പേരുടെ പട്ടിക ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനനുബന്ധിച്ച് തന്നെ ഹമാസും ഇത്തരത്തിൽ തടവിലാക്കപ്പെട്ട 32 പേരുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ ഇമേജുകളും ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ ഈ തടവുകാരെ കൈമാറിക്കൊണ്ടുള്ള കരാറായിരിക്കും പ്രാബല്യത്തിൽ വരിക എന്നറിയുന്നു. പക്ഷെ ഒരു സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം അതൊരു 3ാം ഘട്ടത്തിലേക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ജിൽസി, ആദ്യഘട്ടത്തിൽ പ്രധാനമായിട്ടും ബന്ദികളുടെ പരസ്പരമുള്ള കൈമാറ്റം, രണ്ടാമതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടത് ഈ ഒരു കഴിഞ്ഞ 15 മാസത്തിനിടെ ഉണ്ടായ വംശഹത്യ, നിരന്തരമുള്ള ഇടവേളകളില്ലാത്ത ബോംബാക്രമണങ്ങൾ, ഗസയിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു മാനസിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പരിക്കേറ്റവർക്ക് ഗസയ്ക്ക് പുറത്തുപോയി ചികിത്സിക്കാനുള്ളൊരു സാഹചര്യം, പലായനം ചെയ്തവർക്ക് അവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യം, മാനസിക സഹായങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവിടെ എത്തിക്കുക, ഇത്തരത്തിലുള്ള മാനസികപരമായ കാര്യങ്ങൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ മുൻഗണന കൊടുക്കുക. തുടർന്നുള്ള ഘട്ടങ്ങളിലായിരിക്കും ഗസയുടെ പുനർനിർമ്മാണം അടക്കമുള്ള മറ്റു കാര്യങ്ങളിലോട്ട് കിടക്കുക. ആദ്യഘട്ടത്തിൽ ഈ ബന്ദികളുടെ കൈമാറ്റം എന്നതുപോലെ തന്നെ മാനസിക സഹായങ്ങൾ എത്തിക്കുന്നതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക. ജിൽസി, അതുപോലെ തന്നെ ഷാമോൻ, നമുക്ക് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് യുദ്ധാനന്തര ഗസയുടെ ഭാവി സംബന്ധിച്ച് ഇപ്പോഴും ഒരു അനിശ്ചിതത്വമാണ്. കരാറിലും അതിലൊരു വ്യക്തതയില്ല എന്ന് പറയുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ നെതന്യാഹു സർക്കാർ അവിടെ ആധിപത്യം സ്ഥാപിക്കുമെന്നും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക ഇസ്രായേൽ ആയിരിക്കുമെന്നും പ്രഖ്യാപിച്ചതാണ്. ഇനിയിപ്പോൾ ഈ കരാറിലും അതിലൊരു വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ ഈ കരാർ പ്രാബല്യത്തിലാകുമ്പോഴും അക്കാര്യത്തിൽ ഇനി എപ്പോഴത്തേക്കൊരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കണം ഷാമോൻ? നമ്മൾ ആദ്യം പറഞ്ഞ കരാറിൻ്റെ തുടർന്നുള്ള ഘട്ടങ്ങളിലായിരിക്കും ഇതുമായിട്ട് സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു ചർച്ചകളിലേക്ക് ഇരു കൂട്ടരും കടക്കുക. ഇപ്പോൾ പലസ്തീൻ അതോറിറ്റി ഈ ഒരു ഗസയുടെ നിയന്ത്രണം, തുടർന്നുള്ള യുദ്ധാനന്തര ഗസയുടെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കാമെന്നുള്ളൊരു ആവശ്യമായി പലസ്തീൻ അതോറിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിൽ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമെന്നുള്ളൊരു ചർച്ച ഈ കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടർന്നുള്ള ഘട്ടങ്ങളിലായിരിക്കും ഈ ഗസയുടെ പുനർനിർമ്മാണം, തുടർന്നുള്ള ഭരണം സംബന്ധിച്ച്. ഇപ്പോൾ